പ്രാക്ടീസിലിട്ടിട്ടാണ് കളിക്കുന്നത്. വേറൊന്നും കൊണ്ടുവന്നില്ല, ടഫ് കളിക്കുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാം. കളി തുടങ്ങാം. ഇതിലെന്തായാലും നമ്മൾ എസ്കേപ്പ് ചെയ്യുന്ന കാര്യത്തിൽ പറയണ്ട. അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സാധനങ്ങൾ എടുക്കാം. നമ്മളെ ലോക്ക് പിക്ക് നമ്മൾ ഇൻട്രോ പറഞ്ഞാൽ വല്ല കൃഷിയൊക്കെ മാക്സിമം ആയിട്ട് CP നമ്മൾ പുതിയ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഗ്രാനി തള്ളയുടെ ഗ്രാനി 3 ആണ് കഴിക്കാൻ വന്നത്. നമ്മൾ കളി തുടങ്ങാം. ഇവിടെ നിന്നൊന്നുമില്ലേ, കളി പോയാക്കാം. ഹലോ, അങ്ങനും മോള് പോയിട്ട് കന്തപ്പാപ്പാൻ്റെ വീട്ടിൽ അല്ല കന്തപ്പാപ്പാൻ്റെ റൂമിൽ പോയിട്ട് ഒരു സാധനം എടുക്കാണ്ട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ടിക്ക് നമ്മൾ ഫുള്ള് വെടിവെപ്പിലാണ്. നമ്മളെ കുറിച്ചാൽ ടൂറിന് വന്നതാണ് നമ്മളിപ്പോൾ. നമ്മളെ മുമ്പേ ടൂറിന് വന്ന ആളാണിത്. ഇക്കാലത്തിലായി ഗ്രാനി അടിച്ച് കൊന്നിട്ട് ഇതിന് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുക? ഗ്രാനിക്ക് പാവപ്പെട്ട ഗ്രാനിയാണെന്ന് ഞാൻ അറിഞ്ഞേ ഇല്ല. ആണെങ്കിൽ ഞാൻ ഗ്രാനിയാണെങ്കിൽ ഞാൻ അത് വരില്ലേന്ന്. അതുകൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യനെ വെറുതെ പിച്ച് ചീന്തി വലിച്ചത്. ഞാനിൻ്റെ കാര്യം ഒരു കാര്യം ചെയ്യാം, എതിർക്കാം. ഓ ഗൈസ്, ഗ്ലിച്ച് ദിസ് ഈസ് ഗ്ലിച്ച്. ചാവി ഉണ്ടാവുകയും ചാവി അടക്കം. നിങ്ങൾക്ക് എന്തായാലും മോൾക്കോകാം. ലിഫ്റ്റിലാണ് പോകുന്നത്. നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആരാണ്. കറണ്ടില്ല. അതിന് നമുക്ക് പിക്ക് ചെയ്യാൻ അവസരമുണ്ട്. നിങ്ങളെ വീട്ടിൽ ഉണ്ടോ കൊതു? ഫുള്ള് തന്നെയാണ്, കൊതു തന്നെയാണ്. മഹാസാധനമായ AK-47 ഇരിക്കുന്ന റൂമിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. AK-47 എടുത്ത് ഞാനിപ്പോൾ ഇപ്പോഴും പാടി കൊതു അടിക്കുന്നുണ്ട്. കൊതുകൊന്ന് കൊല്ലട്ടെ. നിൽക്കണാവണം നമുക്കെന്തായാലും അടിപ്പോയി കുറച്ച് കല്ല് കൊടുക്കണം. ഇവിടെ എവിടെയെങ്കിലും പ്ലാന്റ് ഉണ്ടാവും. എവിടെ വെച്ചിട്ടുണ്ടാവോ? ഇവിടെ ഒന്നും ഉണ്ടാവില്ല. കല്ല് ഇവിടെ ഇവിടെ നല്ല മോശമുണ്ട്. അത് കാണാൻ ഈ ഗ്രാനിക്ക് വേറെ പണിയാണ്.
ഗ്രാനില്ലല്ലോ. ഗ്രാനിയൊക്കെ ടൂർ വയ്ക്കുന്നു. ഗ്രാനും ഗ്രാൻഡ് ചീസിൽ എന്നതിനും പടി ടൂർ വയ്ക്കുന്നു. ഇവർക്ക് മൂന്നാർക്കൊക്കെ നമ്മളവിടെ പിടിച്ചിട്ട് ജയിലിട്ടിട്ടാ പോയിക്കുന്നത്. നമ്മളാരാ മോനെ, നമ്മളെ ചാവിയൊക്കെ ഗ്രാൻഡ്പ കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ഗ്രാൻഡ്പാൻ്റെ പോക്കറ്റിൽ കൂടി മെല്ലെ ഉണ്ട് ചാടി. അപ്പം നമ്മളെന്ത് ചെയ്തു, നമ്മളത് എപ്പോഴോ കണ്ടുവച്ചിരുന്നേ. അപ്പം നമ്മൾ എന്തെടുത്ത് അതിൻ്റെ അടുത്ത് വേഗം നമ്മൾ വാതിലൊക്കെ തുറന്നിട്ടുണ്ടാവുക. വാതിലൊക്കെ തുറന്ന് എല്ലാ വാതിലൊക്കെ തുറന്നിട്ട് പിന്നെ നമ്മൾ ഗ്രാൻഡ്പാൻ്റെ കൂടി നമ്മൾ മേടിച്ചു. അതാണ് സംഭവം. അതാണ് ഗ്രാൻഡ്പാൻ ഗ്രാൻഡിനൊന്നും കാണാത്തത്. റൈലർക്കണ്ട റൈലറാണ്. ഇതെന്ത് ചെയ്യാം, ഷെഡ് ചെയ്യാം. കർബാർ ഉണ്ട് ഇവിടെ. കർബാർ ഒരു കാര്യം ചെയ്തിട്ട് പുറത്തേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഒക്കെ ഉണ്ട് പുറത്തേക്ക് ഇടാം. ഇത് പുറത്തേക്ക് ഇട്ട സാധനമല്ല, പിന്നെ എങ്ങനെ പുറത്തേക്ക് ഓക്കെ പുറത്തേക്ക് ഷെഡിക്ക് പൊടിക്കാം. എന്നിട്ട് ഇതും പുറത്തേക്ക് ഇടാം. എന്നിട്ട് തള്ളി പൊളിക്കാം. അത് ഫയർവുഡ് ഉണ്ട്. ഇനി നമ്മൾ മുകളിലത്തേക്ക് പോയിട്ട് തല്ലി പൊളിക്കണം. ഇനി അടുത്തത് ഇതെന്താ ഷെഡിങ് ചെയ്യല്ലേ. ഇത് വെച്ചിട്ട് നമ്മൾ മറ്റേ ഇത് ഷെഡ് അവിടെ ആണെങ്കിൽ ആ ബോട്ടിലുണ്ടാവും. ആ ബോട്ടിൽ പോയി നമ്മൾ എടുക്കണം. നമുക്ക് ഷെഡ് തല്ലി പൊളിക്കാം. അപ്പം കുറച്ച് കല്ലും ആവശ്യമുണ്ടാവും. കല്ല് പെറുക്കാൻ കുറച്ച് പണിയാണ്. നമ്മൾ ഇന്ന് പെറുക്കണം. ബട്ട് ഇന്ന് പെറുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ വെല്ലിപ്പോ ഒന്ന് അടിച്ചെങ്കിൽ അടിപൊളി. ഒരു കല്ലല്ല റൗണ്ട് കല്ലാവും. പിന്നത്തെ കല്ലല്ല ഒരു വേറെ ടൈപ്പ് കല്ല്. ഇന്നത്തെ കല്ല് എന്താ കല്ലാണ്? ഇതെന്ത് സാധനമാണോ? ഇപ്പോഴല്ല മനസ്സിലായത്. ഇത് കയറ്റി ടെഡിമോനെ കിട്ടി. ഇനി ബാക്കി ടെഡിമോനെ പിന്നെ എടുത്താൽ ഗ്രാനി ഉണ്ട് ഓടിണ്ട് വരും. ഗ്രാനും ഗ്രാൻഡ് ഫീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യമുണ്ട്. ടെഡിമോനുണ്ട് ഇഞ്ച അച്ചുവാർ ഗ്രാനി ഇതുകൊണ്ടുണ്ടോ എന്നിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഗ്രാനി. എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആക്കും. അതാണ്ടാക്കുക. നമുക്ക് മെല്ലെ സുന്ദരീനെ മോൾ എടുത്ത് പോവാം. ഇവിടെ മറ്റേ സാധനം വേണ്ടത് കാര്യം ചെയ്യാം. ഒരു സംഭവം മറന്നുപോയി. സ്ഥലം മാറിപ്പോയി. ഇപ്പോഴാണ് സ്ഥലത്തിയത്. ഇതാണ് നമ്മളെ തന്തപ്പാപ്പാൻ്റെ മെയിൻ സ്ഥലം. ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പട്ടി കറങ്ങലാണ് ബെസ്റ്റ്. ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്ത് ഇവിടെ നിന്ന് എറിയാം. ചെടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. ചക്കൻ തിന്നും മരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനോ ഗ്രാനി എൻ്റെ പിയാനോ വായിക്കേണ്ടത് ഗ്രാൻഡ്പാനോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഗ്രാൻഡ്പ എന്ത് ചെയ്ത് മറ്റേ ദുബായിൽ നിന്ന് വരുമ്പോൾ ഗ്രാൻഡ്പ കൊണ്ട് ദുബായിൽ നിന്ന് വർക്കൊക്കെ ചെയ്യുക. ഒരു പ്രവാസിയാണ് നമ്മൾ ഗ്രാൻഡ്പാന്ന് വെച്ചാൽ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആവില്ല. അങ്ങനെ ദുബായിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദുബായിലായിരുന്നു പണിയൊക്കെ. അപ്പോൾ എന്ത് ചെയ്ത് ഗ്രാനി പൊടും വായിക്കും.
ഗ്രാനിക്ക് മറ്റേ പിയാനോ വാങ്ങുന്നത്. എന്താ ചെയ്യാ, ഞാൻ പണ്ട് വാങ്ങിക്കൊടുത്ത്. അങ്ങനെ ഞാനിപ്പോൾ വാങ്ങിക്കൊടുത്ത്. പിന്നെ പിയാനോ പോലെ കളിയാണ്ട് തുടങ്ങിയില്ല ഗ്രാനി. അതെ പിയാനോ പിന്നെ അങ്ങനെ വായിക്കാൻ തുടങ്ങി. പിന്നെ പിന്നെ ഗ്രാനി ലോകത്തിലെ ഏറ്റവും വലിയ പിയാനോ വായിക്കുന്ന ആളായി. എന്താ ചെയ്യാ, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മളെ ഇത് തുറക്കാൻ ഇയാളെ ഇതൊക്കെ കണ്ടതിൽ നിന്ന് വർക്കാവണില്ല. ഇവനെ പിടിച്ചിട്ട് ഇടിച്ച് മറിക്കണം. ഇയാൾ താരാണ് നമ്മൾ പിന്നാലെ വരില്ല. ഒരു കാര്യം അവനെ കൊയ്യിക്കണ്ട ഇനി വാടാനുണ്ട്. അങ്ങനത്തെ ഒന്നും ഞാൻ വരില്ല. വലിയ മഹാസ്ഥാപനമാണ്. നമുക്കെന്നാലും പ്ലാങ്ക് ഇവിടെ പോസ്റ്റ് ബാർ ഇത് കൗബാറാണ് ഇത് ഏരിയ ഉണ്ട്. പിന്നെ ദുബായിൽ നിന്ന് വരുമ്പോൾ സെൻറ്ററീനൊക്കെ ഒന്നും കൊടുക്കില്ല എന്നെ വലിയ വാശി. അപ്പോൾ എന്ത് ചെയ്ത് സെൻറ്ററീന എന്ത് ചെയ്ത് ഗ്രാൻഡ്പാനെ പിടിച്ച് ദുബായിക്ക് തന്നെ വിട്ട്. പെണ്ണ് അതും ഇതും മേടിച്ചേരി കണ്ട് അന്തപ്പാപ്പ പോയി ദുബായിക്ക്. പിന്നെ അപ്പോൾ മേടിച്ചു കൊടുത്തു. പിന്നെ വിളിച്ചപ്പോൾ മേടിച്ച് പറഞ്ഞു ഒരു ടെഡി ബിയർ മേടിച്ചതാണ്. അങ്ങനെ ടെഡി ബിയറും മേടിച്ചു കൊടുത്തു. ആകെ അന്തപ്പാപ്പ നഷ്ടത്തിലാണ്. ഇതേ കാറ് കാര്യം മേടിച്ചിട്ടില്ല. എല്ലാ പൈസയും മേടിച്ചിട്ട് കാറ് വേങ്ങാനാണ് തോന്നുന്നു. പണ്ടത്തെ അംബാസഡറാണ് നമ്മളെ ഗ്രാനി. വണ്ടി ഓടിക്കാൻ അറിയാത്ത ഗ്രാനി അവിടെ ഓടിച്ച് പിടിച്ച് തെറിപ്പിച്ചിട്ട് എന്താ ചെയ്യുക. ഈ ഗ്രാനിൻ്റെ ഒക്കെ ഒരു കാര്യമേ. ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ബായ്.